Claiming an Education by Adrian Rich. നമ്മൾ എഡ്രിൻ റിച്ചിൻ്റെ ക്ലെയിമിങ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് പേജ് തന്നെ നോക്കുക. I wanted to separate my remarks into two parts. Some thoughts about you, the women students here, and some thoughts about us who teach in women's college. But then they are indivisible. If university education means anything beyond the processing of human being into expected roles through the test and grades, it implies an ethical and intellectual contract between teacher and student. This contract must be intuitive, dynamic and unwritten. ആൻഡ്രൻ റിച്ചിൻ്റെ ഈ ഒരു പ്രസംഗം അവർ കോൺവൊക്കേഷൻ്റെ സമയത്ത് ഡഗ്ലസ് കോളേജിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രസംഗത്തെ രണ്ട് ഭാഗമായിട്ടാണ് അവർ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സം തോട്ട്സ് അബൌട്ട് ദ വിമൻ സ്റ്റുഡൻസിനെ സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ അവർ പറയുന്നത് സം തോട്ട്സ് അബൌട്ട് ദ ടീച്ചേഴ്സ് ഹു വർക്ക് ഇൻ വിമൻസ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച്, ടീച്ചേഴ്സിനെ കുറിച്ചാണ് അവർ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് കാര്യങ്ങളെ തമ്മിലും വേർതിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് സ്ത്രീകളായിട്ടുള്ള വിദ്യാർത്ഥിനികളെ കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിമൻസ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചുള്ള ഈ രണ്ട് കാര്യങ്ങളും വേർതിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാർത്ഥികളെ, സ്റ്റുഡൻസിനെ ടെസ്റ്റ് പേപ്പറിൽ കൂടിയും ഗ്രേഡിൽ കൂടിയും ഒക്കെ നമ്മളുടെ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ സഫിഷ്യൻ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് അവർ വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും ഒരു ടീച്ചറും തമ്മിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ബോണ്ടിങ് അവിടെ വരുന്നില്ല എന്ന് പറയുകയാണ്. കാരണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, കൂടുതലായിട്ട് പഠിക്കുക, ഗ്രേഡ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ആവുന്നില്ല എന്നവർ പറയുകയാണ്. ഒരു കരാറ് പോലെ, ഒരു കോൺട്രാക്റ്റ് പോലെയാണ് എഡ്യൂക്കേഷനെ പലരും കാണുന്നത്. ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും അവർക്ക് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇത്ര ഗ്രേഡ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത്ര സ്കോർ വാങ്ങിക്കണം, ഇത്ര ടെസ്റ്റ് പേപ്പർ എഴുതിയിരിക്കണം, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. അവരെ നല്ല ഇൻഡിവിജ്വലാക്കി മോൾഡ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം ആർക്കും ഇല്ല എന്നാണ് പറയുന്നത്. The first thing I want to tell you is that you are here not to receive and claim an education. നിങ്ങളിവിടെ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസം സ്വീകരിക്കാനല്ല, അത് അവകാശപ്പെടാനാണ് എന്നാണ് നമ്മളുടെ ആൻഡ്രൻ റിച്ച് പറയുന്നത്. വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് അതൊരാളുടെയും ഔദാര്യമല്ല, നമ്മളുടെ അവകാശമാണ് എന്ന് പറയാണ്. ഒരു കാര്യത്തിൻ്റെ അതായത് ടു ക്ലെയിം മീൻസ് ടു ടേക്ക് ആസ് എ റൈറ്റ്ഫുൾ ഓണർ assert in the face of possible contradiction. ഒരു കാര്യത്തിൻ്റെ ശരിയായ ഉടമയെന്നും അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ വരുന്ന അഭിപ്രായങ്ങളിൽ സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിവുണ്ടാവുകയുമാണ് വേണ്ടത് എന്ന് പറയാണ്. സ്വീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും നിറയ്ക്കാനുള്ളൊരു പാത്രം എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ടുള്ളൊരു സത്യമോ അല്ലെങ്കിൽ സമ്മതിക്കലൊക്കെയാണെന്നാണ് പറയുന്നത്. അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു വലിയൊരു അന്തരം അവർ തമ്മിൽ ഉണ്ടെന്ന് പറയുകയാണ്. അതായത് നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതും നമ്മൾ അവകാശപ്പെടുക എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. One of the devastating weakness of university learning has been its almost total erasure of women's experience and thought from the curriculum and its exclusion of women as members of the academic community. Although there are many women students, we see very few women in the upper levels of faculty and the administration in the institutions of Douglas College itself is a women's college in the university administered by mainly men. These men are answerable to the state legislature, which again is composed mainly of men.
യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ അപാകതകളിലൊന്ന്, അതായത് നെഗറ്റീവിലൊന്ന്, സ്ത്രീകളുടെ അനുഭവങ്ങളും ചിന്തകളും ഒക്കെ കരിക്കുലത്തിൽ, പാഠപദ്ധതിയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുണ്ട്. ഈ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച്, ഈ ഒരു മേഖല, ആ ഒരു ഏരിയ, സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചുള്ള ആ ഒരു ഏരിയ, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഒരു ചുരുക്കം 10 വർഷം 15 വർഷമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് ദളിത് സ്റ്റഡീസ്, അതുപോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ്, വിമൻ സ്റ്റഡീസ്, ഇതൊന്നും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പം സ്ത്രീകളെക്കുറിച്ചുള്ള പഠനവും കാര്യങ്ങളൊക്കെ പാഠ്യപദ്ധതിയിൽ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ നെഗറ്റീവാണ് എന്നാണ് പറയുന്നത്. അക്കാഡമിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുക ചെയ്യുന്നത്, അതായത് സ്ത്രീകൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് മിക്ക ആളുകളും കരുതുന്നത്. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും, വീട്ടിലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കാനും, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും, വീട്ടുജോലി ചെയ്യാനും മാത്രമുള്ള ഒരു എക്യുപ്മെൻ്റായിട്ട് മാത്രം കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളുടേതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക ചെയ്യുന്നത്. കാരണം വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അവർ പ്രതികരിക്കും. വിദ്യാഭ്യാസമുള്ള ശരിയായ രീതിയിൽ നടക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അവരുടെ ചിന്താഗതി ശരിയാണെന്നുണ്ടെങ്കിൽ, ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. അത് ഹസ്ബൻഡ് ആയാലും ശരി, സ്വന്തം ഫാമിലി ആയാലും ശരി. അപ്പം പ്രതികരിക്കാൻ മീൻസ് അത് നല്ല രീതിയിലായിരിക്കണം, നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മാത്രം. അപ്പം അങ്ങനെയുള്ള പ്രതികരിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം നേടി സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പൈസ സമ്പാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇൻഡിവിജ്വലായിട്ട് നിൽക്കും. അവർ പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം അവർക്ക് വരില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ സമൂഹത്തിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. പല സ്ഥാപനങ്ങളിലും ലേഡീസ് ഒരുപാടുണ്ടെങ്കിലും, നമ്മളിപ്പം വിമൻസ് കോളേജിൻ്റെ കാര്യം തന്നെ നോക്കാം, സ്ത്രീകൾ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പൊതുവെ മെയിലായിരിക്കും. അതായത് പല സ്ഥാപനങ്ങളിലും ലേഡീസ് ആയിട്ടുള്ള വർക്കേഴ്സ് ഒരുപാടുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ മെയിനായിട്ടുള്ള ഹെഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ CEO ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അധികവും മെയിലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈവൻ വിമൻസ് കോളേജുകളിൽ പോലും ഇപ്പോഴൊക്കെയാണ് വിമൻസ് കോളേജുകളിൽ സ്ത്രീകൾ തന്നെയാണ് അധ്യാപകരും, സ്ത്രീകൾ തന്നെയാണ് പ്രിൻസിപ്പലും ആയിട്ടുള്ളത്. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ വിമൻസ് കോളേജുകളിൽ പോലും ഒരു മെയിൽ ടീച്ചർ ആയിരിക്കും പ്രിൻസിപ്പലായിട്ടുണ്ടാവാം. അപ്പോൾ അവർ അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല എന്നുള്ളൊരു മുടന്തൻ ന്യായമാണ് പലപ്പോഴും പല ആണുങ്ങളും, മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള പല ആണുങ്ങളും പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഇന്ന് ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് സ്വന്തമായി കമ്പനി നടത്തുന്ന, അല്ലെങ്കിൽ ഓരോ സ്കൂളിൻ്റെയും അല്ലെങ്കിൽ ഓരോ കമ്പനീസിൻ്റെയും CEO ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഈവൻ ഏത് മേഖലയിൽ നോക്കിയാലും, സ്പേസിൽ പോകുന്നതായാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക്, ആർമിയിലുണ്ട് സ്ത്രീകൾ, അങ്ങനെ എല്ലാ മേഖലയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഒരു സമയത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല, സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡഗ്ലസ് കോളേജിൽ തന്നെ ഒരു സമയത്ത് സ്ത്രീകൾക്കുള്ള കോളേജ് ആണെങ്കിൽ കൂടി അതിൻ്റെ യൂണിവേഴ്സിറ്റി പുരുഷന്മാരായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുരുഷന്മാർ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയോട് എപ്പോഴും വളരെ കടപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തികൾ കൂടിയായിരുന്നു. അസംബ്ലിയിലും മിക്കവാറും ആണുങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നത് അൺബയസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ സ്ത്രീകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ ഇപ്പം നമ്മൾ ഒരു സമയത്ത് ഷേക്സ്പിയറിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ഡ്രാമയാണോ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയമായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇന്ന് TV-യും റേഡിയോ ഒക്കെ ഉണ്ട്, മൊബൈലൊക്കെ ഉണ്ട്. എന്നാൽ ഒരു സമയത്ത് എൻ്റർടൈൻമെൻറ്റിനുള്ള മീഡിയമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഡ്രാമയാണ്. ഒപ്പേറ ഡ്രാമകളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രാമകളിൽ സ്ത്രീകളെ അഭിനയിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ വേഷങ്ങൾ പൊതുവെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോയ്സ് തന്നെയായിരുന്നു. അതായത് ബോയ്സ് തന്നെ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ടായിരുന്നു ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല.
സ്ത്രീകൾ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നീട് അത് ക്വീൻ എലിസബത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ കുറേ റിഫോർമേഷൻസ് ഒക്കെ വന്ന് അത് ചേഞ്ച് ആവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഗെയിൻ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിമൻ സ്റ്റഡീസ് പഠിക്കുകയാണെങ്കിലും കൂടി, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള എഴുത്തുകൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ, നന്നായി വായിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, സ്ത്രീകളെക്കുറിച്ചുള്ള എഴുത്തുകൾ പലപ്പോഴും പുരുഷന്മാർ എഴുതാറുണ്ട്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു പുരുഷന് സ്ത്രീയുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ നേരിട്ട് നോക്കിക്കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, പ്രഗ്നൻസിയെ കുറിച്ച് എഴുതുകയാണെന്ന് വിചാരിക്കാം. പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്രയും പെയിൻഫുള്ളാണ് എന്നൊക്കെ പറയാം എന്നല്ലാതെ ആ വേദന എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പീരിയഡ്സ്, മെൻസ്ട്രേഷൻ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയുടെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരു മെയിൽ എഴുതുകയാണെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്ത്രീകളെക്കുറിച്ചുള്ള എഴുത്തുകൾ പുരുഷന്മാരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾ എഴുതാൻ പാടില്ല, സ്ത്രീകൾ പുസ്തകങ്ങളൊന്നും എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് എഴുതാൻ പാടില്ല എന്നുള്ളൊക്കെ ഒരുപാട് വാദങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത് വരെ. നമ്മൾ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിൽ ആളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പുരുഷന്മാർ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് ഒരു സമയത്ത് പഠിച്ചതും പഠിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളാണ് ഗ്രേറ്റ് ഇഷ്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മേജർ ടെക്സ്റ്റസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മുഖ്യധാര ഫോറിൻ തോട്ട്സ് എന്ന് പറയുന്നതൊക്കെ. അപ്പം പുരുഷന്മാർ പ്രത്യേകിച്ചും, അതായത് വൈറ്റ് പീപ്പിൾ, ബ്രിട്ടീഷുകാരൊക്കെ, അവരെപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണോ അതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ black and other minority people have recognized that their racial and ethnic experience is often out from studies. Even science can be racist and sexist. It is only within the last 100 years of higher education has been opened up to women, even to white and middle class women. The books we study have names like The Descent of Man, Man and His Symbol, Irrational Man, The Phenomenon of Man, The Future of Man, and The Machine from Man to Man, May Man Prevail, Man, Science and Society, or One-Dimensional Man. These books describes a human reality, but it does not include over 1/2 of the human species. കറുത്ത വർഗ്ഗക്കാരും അതുപോലെ തന്നെ മറ്റ് മൈനോറിറ്റീസും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ റേഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സ്ത്രീകളെക്കുറിച്ച് മാത്രമല്ല, കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് റേസിസം എന്ന് പറയുന്നത് വളരെ ഒരു നെഗറ്റീവായിട്ട്. റീസെൻ്റ്ലി തന്നെ അമേരിക്കയിൽ ഒരു ബ്ലാക്ക് വർഗ്ഗത്തിൽപ്പെട്ട ഒരാളെ ഒരു പോലീസുകാരൻ കൊലപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം റേസിസം എന്ന് പറയുന്നത് വളരെ ഒരു സോഷ്യൽ ഈവിളാണ്. അപ്പോൾ കറുത്ത വർഗ്ഗത്തിൽപ്പെട്ട അതുപോലെ തന്നെ മറ്റ് മൈനോറിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ കുറിച്ചൊന്നും തന്നെ, വർഗപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ജാതിപരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തിന്, സയൻസ് പോലും റേഷ്യലായിട്ടും അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ആകാനും സാധ്യതയുണ്ട് എന്ന് പറയാണ്. ഏകദേശം 100 വർഷങ്ങളായിട്ടേ ഉള്ളൂ വിദ്യാഭ്യാസ മേഖല സ്ത്രീകൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ട് തന്നെ. അതിനുള്ള ഏറ്റവും എക്സാമ്പിൾസ് ആണ് നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകൾ. ദ ഡീസൻറ്റ് മാൻ, പേര് തന്നെ ശ്രദ്ധിക്കുക, എല്ലാ പുസ്തകത്തിൻ്റെ കൂടെ മാൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഹ്യൂമൻ, മനുഷ്യൻ എന്ന് പോലും കൊടുത്തിട്ടില്ല. പുരുഷനാണ് എന്ന് മാത്രമേ അവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഈ സമൂഹം എന്ന് പറയുന്നത് പുരുഷൻ്റേത് മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ആളുകളെടുത്ത്. അതുകൊണ്ട് തന്നെയാണ് ഏത് പുസ്തകങ്ങൾ, അന്നത്തെ കാലത്തുള്ള ഏത് പുസ്തകം നോക്കിയാലും അതിൽ വിമൻ എന്നോ അല്ലെങ്കിൽ ഹ്യൂമൻ എന്നോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പുസ്തകത്തിൻ്റെ പേരൊക്കെ തന്നെ മാൻ എന്ന് പറഞ്ഞ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ മറ്റൊരു ജെൻഡർ വരുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു.
അതായത് സ്ത്രീകൾ തങ്ങൾക്കൊപ്പം വരുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അതാണ് ഈ പുസ്തകങ്ങളുടെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദ ഡീസെൻ്റ് ഓഫ് മാൻ, മാൻ ആൻഡ് ഹിസ് സിമ്പിൾസ്, ഇറാഷണൽ മാൻ, നെക്സ്റ്റ് ഫിനോമിനൽ ഓഫ് മാൻ, അതുപോലെ തന്നെ ദ ഫ്യൂച്ചർ ഓഫ് മാൻ, മെഷീൻ ഫ്രം മാൻ ടു മാൻ, മാൻ പ്രിവെയിൽ, മാൻ, സയൻസ് ആൻഡ് സൊസൈറ്റി, വൺ ഡയമെൻഷണൽ മാൻ. സയൻസും സൊസൈറ്റിയും തമ്മിൽ പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പക്ഷേ ഇതിലെ എഴുത്തുകാരൊക്കെ മാൻ എന്ന് മാത്രമേ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ മനുഷ്യവർഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പകുതിയെ വിട്ടിട്ട് ഒരു പകുതിയെ മാത്രം എടുത്ത് വെച്ചതുപോലെയാണ്. അതായത് മനുഷ്യൻ എന്ന് പറയുമ്പം അതിൽ സ്ത്രീയും പുരുഷനും തുല്യമാണ്. എന്നാൽ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ തന്നെ അവർ കളയുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു വർഗത്തെക്കുറിച്ച് മാത്രമായിട്ടാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Then, less than a decade ago, women students and teachers in number of universities began to demand and set up women's studies courses to claim women direct education, despite accusations like unscholarly, group therapy, faddism, etc. Despite backlash and budget cuts, women's studies are growing, giving women a fresh vision of many things. ഏതാണ്ട് 10 വർഷം മുമ്പ് വിദ്യാർത്ഥിനികളും അതായത് ഗേൾസും അതുപോലെ തന്നെ ലേഡി ടീച്ചേഴ്സും കൂടെ യൂണിവേഴ്സിറ്റികളിൽ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുക ചെയ്യുന്നത്. ഏകദേശം 10 വർഷം മുമ്പ് സ്ത്രീകളും അതുപോലെ തന്നെ അതായത് വിദ്യാർത്ഥിനികളും ഗേൾസും അതുപോലെ തന്നെ ലേഡി ടീച്ചേഴ്സുമാണ് യൂണിവേഴ്സിറ്റികളിൽ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളാൽ നയിക്കപ്പെടുന്നതായിരിക്കണം ഈ വിദ്യാഭ്യാസം എന്നാണ് അവർ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ തന്നെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കണം എന്നാണ്, സ്ത്രീകൾ മുമ്പോട്ട് വന്ന് സ്ത്രീകൾ തന്നെ നയിക്കുന്ന രീതിയിലാവണം എന്നാണ് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പലരും വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച്, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഫൊണറ്റിക്സ് എന്ന് മാത്രം പറഞ്ഞ് പഠിക്കുന്ന ബ്രാഞ്ച് ഉണ്ട്, പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പീച്ച് സൗണ്ടൊക്കെ. അതിൽ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ മാത്രം പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ലിറ്ററേച്ചർ ഉണ്ട്, ദളിത് ലിറ്ററേച്ചർ ഉണ്ട്, വിമൻ സ്റ്റഡീസ് ഉണ്ട്, ഫെമിനിസം മാത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. തിയേറ്റർ, ലിംഗ്വിസ്റ്റിക്സ്, തിയേറ്റർ ആൻഡ് ഡ്രാമ, തിയറി, അങ്ങനെ പോസ്റ്റ് സ്ട്രക്ചർ, അങ്ങനെ ഓരോ ബ്രാഞ്ചുകളുണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്. അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ഉണ്ട്. അപ്പം അതിലേറ്റവും കൂടുതൽ ഇംഗ്ലീഷിനാണെന്ന് മാത്രം. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിനൊരുപാട് ഹിസ്റ്ററിയും കൂടെ ഉള്ളതുകൊണ്ട്. സോ ഈ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിനെ പലരും പുച്ഛിച്ച് തള്ളുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വിമൻ സ്റ്റഡീസിനെ പലരും പല വാക്കുകൾ കൊണ്ട് ഇൻസൾട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ആ ചില വാക്കുകളാണ് ഇവിടെ അൺസ്കോളേർഡ്, വിദ്യാഭ്യാസമില്ലാത്തവർ, ഗ്രൂപ്പ് തെറാപ്പി, ഫാഡിസം. ഈ 3 വാക്കുകൾ പറഞ്ഞിട്ട് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ പുച്ഛിച്ച് തള്ളുകയാണ് പലരും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് പോലെ തന്നെ. എന്നാൽ ഫെമിനിസം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആളുകളൊക്കെ തന്നെ ഫെമിനിസ്റ്റ് ആയിരിക്കും. അതായത് സ്ത്രീകൾ എപ്പോഴും തൻ്റെ കാൽ കീഴിൽ വേണം, താൻ പറയുന്നതനുസരിച്ച് മാത്രം ജീവിക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ. അവർക്കൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടാൻ പാടില്ല, അവർ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല, അവർ ഇങ്ങനെ ആവണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം മറ്റ് സ്ത്രീകൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകൾ ജീവിക്കാൻ എന്നുള്ള രീതി ചിന്താഗതിയിൽ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഫെമിനിസം എന്താന്ന് പറഞ്ഞാൽ ദഹിക്കില്ല. കാരണം അവർ മെയിൽ ഷോവനിസ്റ്റുകളായതുകൊണ്ട്. അപ്പം എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ആണായാലും അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളാണ് യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ. അപ്പം ഈ മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള പല ആളുകളും ഈ വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ പാഠ്യ വിഭാഗത്തെ
ഗ്രൂപ്പ് തെറാപ്പി എന്നും ഫാഡിസം എന്നും അൺസ്കോളേർഡ് ഗ്രൂപ്പ് എന്നും പറഞ്ഞ് കുറേ കളിയാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനോട് തന്നെ വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി ആയിരുന്നു പുരുഷന്മാർ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്.